നിർവൻ പറഞ്ഞു പോകേണ്ടത് തന്നെയുണ്ട്. ഈ ആവേശക്കാഴ്ചകൾക്കിടയിലും UDF എന്ന് പറയുന്ന മുന്നണിയെടുത്ത അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, നിലമ്പൂരിന്റെ മണ്ണിൽ വിഷം കലർത്താനുള്ള നിലപാടുകൾ, ഭാവി കേരളത്തിന്റെ അപകടമുനമ്പിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച നിലപാടുകൾ, അവസരവാദത്തിന്റെ ആ നിലപാടുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ കൊട്ടിക്കലാശം കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ. നിർവൻ തീർച്ചയായും സിജു, UDF നിലമ്പൂരിലെടുത്ത രാഷ്ട്രീയ അടവ് ആദ്യമേ പൊളിഞ്ഞുപോയി എന്ന് തന്നെയാണ് LDF ആരോപിക്കുന്നത്. അത് തെളിയിക്കുന്നതാണ് ഓരോ സംഭവങ്ങളും. ആദ്യഘട്ടത്തിൽ മലപ്പുറത്തിനെതിരെയുള്ള വികാരം LDF ഉയർത്തിയെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തി. അത് പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ആ പ്രചരണത്തിൽ നിന്ന് അവസാന നിമിഷം UDFന് പിന്നോട്ട് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വഴിക്കടവുമായി ബന്ധപ്പെട്ട വൈദ്യുതിക്കടിയിൽ മരണപ്പെട്ട 10ാം ക്ലാസ്സുകാരന്റെ വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. അതും പരാജയപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമി UDF കൂട്ടുകെട്ട് അവസാന നിമിഷവും UDFന് ഈ മണ്ഡലത്തിൽ തലവേദനയാവുകയാണ്. ഓരോ തരത്തിലും ഏതൊക്കെ തരത്തിലാണ് UDF വിവാദങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്, അത് ഓരോന്നും UDFന് തന്നെ എതിരാവുന്ന കാഴ്ച നമുക്ക് സിജു കാണാം. എത്രമാത്രം ആവേശമാണ്. നെറ്റിപ്പട്ട കെട്ടിയ ഓട്ടോയിലാണ് സ്വരാജിന്റെ ഫ്ലക്സുമായി പ്രവർത്തകർ വരുന്നത്. വലിയ തരത്തിലുള്ള ആവേശമാണ്. ആവേശം അലതല്ലുകയാണ്. അലതല്ലുന്ന ആവേശത്തിന്റെ കാഴ്ച നിലമ്പൂരിലെ ടൗണിൽ, നിലമ്പൂരിൽ മഹാറാണി ജംഗ്ഷനിൽ കാണാം. എങ്ങനെയാണ് ആവേശം അലതല്ലുകയാണോ? ആവേശം അലതല്ലുകയാണോ? എം സ്വരാജ് എങ്ങനെ വിജയിക്കോ? എം സ്വരാജ് വിജയിക്കോ? നിലമ്പൂരുകാർ ഫുള്ളായിട്ട് LDFന്റെ പ്രവർത്തകരെ കൈയടക്കി കഴിഞ്ഞു. സ്വരാജ് വരുന്നതോടുകൂടി ഈ മണ്ഡലം ഫുള്ള് LDFന്റെ പ്രവർത്തകരുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ, തീർച്ചയായും സിജു, ആവേശക്കാഴ്ച തന്നെ സംഘടനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആവേശകരമായ ഒരു പരിപാടി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. LDFന്റെ 100% വിജയത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബാക്കിലിരിക്കുന്നത് നമ്മളെ കുട്ടി സംഘടനയാണ്. LDF സ്ഥാനാർത്ഥി സ്വരാജിന് വേണ്ടി പിന്തുണച്ചുകൊണ്ട് 100% വിജയം LDF കരസ്ഥമാക്കും എന്നുള്ള വാക്ക്. തീർച്ചയായും സിജു, ആവേശക്കാഴ്ച തന്നെയാണ്. പ്രവർത്തകർ ഓരോ മേഖലകളിൽ നിന്നും അവരുടെ വാഹനങ്ങളിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോയിൽ നെറ്റിപ്പട്ട കെട്ടി ഇങ്ങനെ അലങ്കരിച്ചെത്തുന്ന പ്രവർത്തകരുടെ ആവേശമാണ്. വലിയ DJകൾ, വലിയ തരത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, ആപാലവൃദ്ധ ജനങ്ങളും നിലമ്പൂരിലേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കോ? ആവേശമാണ്, ആവേശം. സ്വരാജിനെ കുറിച്ച് എന്താ അഭിപ്രായം? മിടുക്കനായ സ്ഥാനാർത്ഥിയാണോ? വോട്ട് മുഴുവൻ പിടിക്കുമോ സ്വരാജ്? നിലമ്പൂര് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അതിന്റെ ആവേശം നിലമ്പൂരിലുണ്ടോ? നിലമ്പൂരിൽ എങ്ങനെ ആവേശം കൊണ്ട് കോഴിക്കോട് ആവേശത്തിന്റെ കൊടുമുടിയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് CPMന്റെ LDFന്റെ പ്രവർത്തകർ, അനുഭാവികൾ, എം സ്വരാജിനെ സ്നേഹിക്കുന്ന മനുഷ്യർ, അവരൊക്കെ തന്നെ ഈ ആവേശ കടലിൽ അണിനിരക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. നഗരം മുഴുവൻ ചെമ്പതാകയിൽ നിറഞ്ഞ് നിലമ്പൂരിന്റെ ടൗണ്, ഈ മഹാറാണി ജംഗ്ഷൻ മുഴുവൻ ചുവപ്പ് പതാകയിൽ ചുവപ്പ് സാഗരമായി മാറുന്ന കാഴ്ച. ജനങ്ങളാകെ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ എത്രമാത്രം നെഞ്ചിലേക്ക് അടങ്ങാത്ത ആവേശം, വിപ്ലവഗാനങ്ങൾ, എം സ്വരാജിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ വലിയ തരത്തിൽ ആരവമായി നിലമ്പൂർ ടൗൺ മാറുന്ന കാഴ്ചയാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. ശരി, നിർവൻ ചക്രവർത്തിയാണ് നിലമ്പൂരിന്റെ ആവേശം വാക്കുകളിലൂടെ നമുക്ക് പകർന്നു തന്നത്. അവിടെ നേരത്തെ കണ്ട ആ വനിത, ആ യുവാവ്, കോഴിക്കോട് നിന്നെത്തിയ ആ കുടുംബം, അവർ പറഞ്ഞത് കേരളമാകെ നിലമ്പൂരാവുകയാണ്. നിലമ്പൂരിന്റെ ആവേശം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ചുറ്റിക അരിവാൾ നക്ഷത്രം അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. അത് മാനവികതയുടെ രാഷ്ട്രീയമാണ്. അത് ആ രാഷ്ട്രീയത്തിന് തന്നെയാണ് വോട്ട് എന്ന് അവിടെ ഉറക്കെ പറയുകയാണ്. കോഴിക്കോട് നിന്നും, മലപ്പുറത്തു നിന്നും, വയനാട്ടിൽ നിന്നും എത്തിയ നിരവധി പ്രവർത്തകർ. ഒരേ പേര് മാത്രം, സ്വരാജ്, സ്വരാജ്, സ്വരാജ്.